ഇത്ര ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. നിങ്ങൾ മുമ്പ് മാലയിട്ട് പൂജിച്ച സവാദിനെ വീണ്ടും പോലീസ് പൊക്കിയിരിക്കുന്നത്. സെയിം ക്രൈം. അതായത് ബസ്സിൽ യുവതിയെ നഗ്ന പ്രദർശനം ചെയ്തതിന്റെ വീണ്ടും. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പണ്ട് നിങ്ങൾ ഇതേ ഒരു കേസ് സവാദിനെ ന്യായീകരിച്ച് മാലയിട്ട് ലഡു വിതരണം ചെയ്ത് പുള്ളിയെ പൊക്കിക്കൊണ്ട് നടന്നത്. ഫ്ലാഷ് ബാക്ക്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അവന് മാനസിക രോഗവും അതേ പ്രവണത തന്നെ വീണ്ടും അവൻ ഒരു സ്ത്രീയോട് ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാര്യം നിങ്ങൾ എല്ലാവരും കൂടെ ആണല്ലോ പ്രോത്സാഹിപ്പിച്ചത്. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. സവാദിനെ മാലയിട്ട് പൂജിക്കാനൊന്നും നമ്മൾ പോയില്ല. മാലയിട്ട് സ്വീകരിച്ചതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പോഴത്തെ കേസും ആരോപിതനാണ് അദ്ദേഹം ഒരു പ്രതിയല്ല. അതാദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അയാൾ പ്രതിയാണ്. എന്നിട്ട് ഇവന്റെ ഈ ചരിത്രം, അതായത് ഇവന് ഈ മാനസിക രോഗം, ഇങ്ങനൊരു മാനസിക രോഗം, അയാൾക്ക് മാനസിക രോഗം താങ്കളോട് ആരാ പറഞ്ഞത്? ഇങ്ങനെ കാണിക്കുന്ന മാനസിക രോഗി കാണിക്കുമെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? ഇവ തെറ്റിയിട്ടില്ല. ഇവ എന്തിനാ ഈ തമിഴ്നാട്ടിൽ ഒളിച്ചോടുന്നത്? തമിഴ്നാട്ടിൽ ഒളിച്ചോടിയതാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? എന്താ ഒരു അഭിനയം! ഭാരത് ഗോപി മാറി ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെ ഹോബി. ഒളിച്ചോടിപ്പോയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാ അദ്ദേഹം ഓടിപ്പോയത്? ഇപ്പോ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശം 2 ദിവസത്തിനകം അറിയാൻ പറ്റും. എനിക്ക് ഇന്ന് ന്യൂസുകൾ വന്നു. നാളെ കൃത്യമായിട്ട് പലരും വിളിച്ച് പറയും ഇതിന്റെ യഥാർത്ഥം എന്താണ്. അപ്പൊ ഈ മറ്റുള്ളവരെ വിളിച്ച് പറയേണ്ട അടിസ്ഥാനത്തിൽ താങ്കൾ വീണ്ടും അദ്ദേഹത്തിനെ റിമാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലയിട്ട് പൂജിക്കാൻ പോകും. മാല ഇടേണ്ട കേസാണെങ്കിൽ മാല ഇടും. അതിന് വേറെ മാറ്റമൊന്നുമില്ല. നിങ്ങൾ മനുഷ്യനോ ഇങ്ങനെയോ ഒരു ജന്മം. താങ്കൾക്ക് എങ്ങനെ 100% ഉറപ്പ് പറയാൻ പറ്റും അത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന കാര്യം? സാമാന്യ ബുദ്ധിയും ബോധവും അന്വേഷണവും വേണം. പോലീസിനേക്കാളും നന്നായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? താങ്കളെക്കാട്ടിലും സജ്ജീകരണവും സൗകര്യവും ഉള്ളൊരു ടീമാണല്ലോ കേരള പോലീസ്. അവരെക്കാട്ടിലും വലിയ രീതിയിൽ താങ്കൾക്ക് അന്വേഷിക്കാൻ കഴിയും എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പോലീസിന് പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എടപ്പാപ്പള്ളിക്കകത്ത് വർഷങ്ങളായും തൂക്കിടക്കുന്ന വവ്വാലല്ലോ സാറേ. ഇന്നലെ വന്ന അച്ഛനല്ലേ കുർബാനല്ലോ. മെൻസ് കമ്മീഷനിൽ ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ. താങ്കളുടെ കൂടെ നിന്ന രാഹുൽ ഈശ്വർ തന്നെ ഇപ്പൊ കാലം മാറിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ തന്നെ പറയുന്നുണ്ട്, രാഹുൽ ഈശ്വറിന് സംശയമുണ്ട്, ഇവൻ ഇങ്ങനത്തെ ഒരാളാണോ എന്നൊരു സംശയമുണ്ട്. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. ഞാൻ പോകുന്നു. ബൈ ബൈ. അപ്പൊ എങ്ങനെയാ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?